ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തേത് വമ്പൻ ടിപ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ കമലേനെയാണ്. അപ്പോൾ കമല ശേഖരനെ പിടിച്ചു വച്ചിരിക്കുകയാണ് അയൺ ചെയ്യാൻ. അയ്യോ, എന്നെ ചതിക്കല്ലേ കമലേ, പ്ലീസ്. എങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ആ ഗൗരിക്ക് എന്താ സംഭവിച്ചത്? അയ്യോ, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നീ കണ്ടതല്ലേ? അവളെ ആരോ തട്ടിക്കൊണ്ട് പോയി, അത്രയേ ഉള്ളൂ കമലേ. ആരാ അത് ചെയ്തതെന്ന് നിനക്കറിയാം, സത്യം പറയേ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ അയൺ ബോക്സ് നിൻ്റെ ആ മോന്തയ്ക്ക് വെച്ച് ഞാൻ ഒരയ്ക്കും. മര്യാദയ്ക്ക് സത്യം പറ ശേഖര, അല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. എൻ്റെ പൊന്നു കമലേ, നീ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ. അയ്യോ, ഗൗരി എവിടെയെന്നാ ചോദിച്ചത്, നിന്നോടാ പറയാൻ പറഞ്ഞത്. എൻ്റെ കമലേ, എനിക്കൊന്നും അറിയില്ല. പിന്നെ ആർക്കറിയാം? പറയാനാ പറഞ്ഞത്. നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കറിയില്ല. കമലേ, നീ നമ്മുടെ അമ്മയെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ. ഇതേ വെറുതെ അറിയാണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാ. നമ്മുടെ അമ്മയെ ഞാൻ എന്തേലും ചെയ്യുമോ ശേഖരേട്ടാ? നമ്മുടെ അമ്മയെ ഞാനൂടി ഒരു റീൽസ് ചെയ്യും കേട്ടോ. ഞങ്ങളുടെ കൂടെ ശേഖരേട്ടനൂടെ വേണം കേട്ടോ. എന്തേ, ഉമ്മ വേണോ? അയ്യോ വേണ്ട. എന്തേ വേണ്ടേ? വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട. അയ്യോ വേണ്ടേ? അതെന്താ ശേഖരേട്ടാ വേണ്ടാന്നേ? വേണ്ടാത്തോണ്ടാ? ആഹാ കഷ്ടം. അപ്പോൾ ഉമ്മ വേണ്ടല്ലേ? എനിക്കൊന്നും വേണ്ട എൻ്റെ കമലേ എന്ന് പറഞ്ഞു. അപ്പോൾ കമലത്തെ അൺബോക്സുമായിട്ട് അങ്ങ് മാറുകയാണ്. എൻ്റെ ഈശ്വരാ, ഈ ഭ്രാന്തിയുടെ ഭ്രാന്ത് മാറിയിട്ടില്ല കേട്ടോ. നമ്മൾ ശേഖരൻ എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പോഴത്തേനും വേഗം ഒന്ന് നോക്കി. ആൾ വേഗം തന്നെ അവിടെ കുഞ്ഞു കുട്ടികൾ ഇരിക്കണ പോലെ അവിടെ ഇരിക്കുകയാണ്. അയ്യോ, ഇനി ഈ ഭ്രാന്തിയെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പണി വാളും. ഓ, ശേഖരനാകെ വേർത്ത് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ നമ്മുടെ വൃന്ദ അവിടെ ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. അതെ, ആ നേരത്തെ ആ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയാക്കി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഗൗരീനെ. എന്തിനാ എന്നെ ഈ ഡ്രസ്സ് ഇടിച്ചതാ? ചേച്ചി, ഈ മുടിയൊക്കെ സൈഡിലേക്ക് ഒതുക്കി വെക്കുക, അതാ ചേച്ചിക്ക് ഭംഗി എന്ന് പറഞ്ഞു. വൃന്ദ, ഞാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കേണ്ട കാര്യം എന്താ? ഒരാൾ കാണാൻ വരുന്നുണ്ട്. എന്നെയോ? അല്ലാതെ പിന്നെ ആരാ വരുന്നത്? വരുന്ന ആൾ ആരാണെന്ന് ചേച്ചിയോട് പറയാൻ പാടില്ല എന്ന് യോഗിനിയമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുക. വൃന്ദ, ധാരാണെന്നൊന്ന് പറ. യോഗിനിയമ്മ അതറിയില്ല, ഞാൻ ഉറപ്പ് തരുന്നു, പ്ലീസ്. വരുന്ന ആളുടെ പേരെനിക്കറിയില്ല, പക്ഷേ അയാൾ കോടീശ്വരനാണെന്ന് എനിക്കറിയാം. അയാൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നത്? വൃന്ദ, ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറയ. അയാളുടെ ആവശ്യപ്രകാരമാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ പേടിച്ചു. അയാൾ എന്തിനാ അങ്ങനെ ചെയ്തത്? എന്നെക്കൊണ്ട് അയാൾക്ക് എന്താ ആവശ്യം? അതൊന്നും എനിക്കറിയില്ല. വൃന്ദ, നിനക്കറിയാം, എങ്കിലും നീ അത് എന്നോട് പറയാൻ തയ്യാറാവുന്നില്ല. ചേച്ചി ഇന്ന് അയാളെ കാണുമല്ലോ, ചോദിക്കാനുള്ളതൊക്കെ നേരിട്ട് തന്നെ ചോദിച്ചോളൂ. ചിലപ്പോൾ അയാളെ ചേച്ചി എന്നിവിടുന്ന് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എങ്ങോട്ട്? ഇന്ത്യക്ക് പുറത്തോ എവിടെയോ ആയിട്ടാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, എവിടെയാണെന്നൊന്നും കൃത്യം അറിയില്ല. വൃന്ദേ, നീ വിചാരിച്ച എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു. നീ എന്നെ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്? പ്ലീസ്, നിൻ്റെ സ്വന്തം ചേച്ചിക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കെൻ്റെ ശങ്കറിനെ ഒന്ന് അറിയിക്കണം, അത്രേ വേണ്ടൂ. നിനക്കെന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ വൃന്ദേ? പ്ലീസ്, ഞാൻ നിസ്സഹായാണ് ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ വൃന്ദ വേഗം തന്നെ, യോഗിനിയമ്മ അറിയരുത്. ചേച്ചിക്ക് രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്ത് വഴി? ചേച്ചിയെ കാണാൻ വരുന്ന ആളോട് ബുദ്ധിപരമായിട്ട് ഇടപെടുക. അയാളുടെ ആവശ്യം എന്താണെങ്കിലും അത് അംഗീകരിക്കുന്നത് പോലെ തന്നെ നടിക്കുക. അങ്ങനെ അയാളുടെ വിശ്വാസം ചേച്ചി നേടിയെടുത്താൽ രക്ഷപ്പെടാനുള്ള വഴി, ചേച്ചിയുടെ വഴി മുന്നിൽ താനെ തന്നെ തുറന്നു വരും. മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് വൃന്ദ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പം ഗൗരി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആരായിരിക്കും എന്നെ കാണാൻ വരുന്ന ആൾ? അതാരായിരിക്കും? ആകെ സർപ്രൈസ്ഡായി. അപ്പോൾ ഗൗരി ആ ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പം വൃന്ദ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ചേച്ചി വരൂ, ആളെതേണ്ട അവിടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ഗൗരി. അപ്പോൾ നോക്കുമ്പോഴത്തേനും നിറയെ ബലൂൺസ് ഇങ്ങനെ പറന്ന് വരികയാണ്. നല്ല വെള്ളയും ചുമലയും ഒക്കെ ആയിട്ട്
മഞ്ഞയൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ഇതില്ല. ഇതെന്താ ഇങ്ങനെ എന്നൊന്നും ഗൗരിക്ക് മനസ്സിലായതേയില്ല. ഗൗരി ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോഴത്തേനും വേറെ കുറേ ഗൗരി ശങ്കർ എഴുതിയ ഒരു ലവ് ചിഹ്നത്തിൻ്റെ കുറേ ബലൂൺസ് ഇത് കണ്ടപ്പോഴത്തേനും ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോഴാണ് നമ്മുടെ ശങ്കർ ബൈയുടെ മാസ് എൻട്രി. ആദ്യം ഗൗരിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. താനിനി സ്വപ്നം കാണുമോ എന്നാണ് ഗൗരി വിചാരിച്ചത് കേട്ടോ. അപ്പം ശങ്കു ചിരിച്ചുകൊണ്ട് നമ്മുടെ ഗൗരിയുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ക്രാവിൻ്റെ ഫുൾ കിളി പോയില്ലേ. ഇത് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ പ്ലാനായിരുന്നു കേട്ടോ. ഇത് ശങ്കർ മഹാദേവൻ്റെ പ്ലാൻ ബി അല്ല കേട്ടോ, പ്ലാൻ എ. എന്തേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ആകെ ദേഷ്യത്തിലായി. അതേന്നേ സത്യ പറഞ്ഞത്. ഈ ശങ്കർ മഹാദേവൻ്റെ പെണ്ണ് ഗൗരിയെ തട്ടിക്കൊണ്ടുവരാൻ മാത്രം ആൾക്കാടി മോളെ ഇത്രയും ധൈര്യമുള്ളത്? അതെ, അതിനുള്ള ആമ്പിയറുള്ള ആമ്പിള്ളേർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും ഇല്ല കേട്ടോ, ഇത് അങ്ങേയറ്റം ക്രൂരായി പോയി ശങ്കർ. ചില സമയത്ത് ഈ ശങ്കർ കുറച്ച് ക്രൂരനാന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ യോഗിനി അമ്മയും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ യോഗിനി അമ്മ ചിരിച്ചോണ്ട് അത് വെറുതെ അല്ല കേട്ടോ, ആവശ്യം ഉണ്ടായിട്ടാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഗൗരിക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. എന്നിട്ട് ഗൗരി ഒന്നും മിണ്ടിയില്ല. ആളെ നേരെ അകത്തേക്ക് കയറി അങ്ങ് പോവാണ്. ഒരക്ഷരം പോലും മിണ്ടാൻ നിന്നില്ല ശങ്കുവിനോട്. കലി എന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ യോഗിനി അമ്മയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്തേക്ക് പോയി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ പോയിരിക്കുമ്പോഴത്തേനും നേരെ വൃന്ദ അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി, ശങ്കർ ബായിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു വൃന്ദയോട്. അപ്പോൾ അതേണ്ട ഞാൻ പുതിയൊരു അതിഥിയും കൂടെ വന്നിട്ടുണ്ട്. മറ്റാരല്ല കേട്ടോ, നമ്മുടെ ഗംഗ. ഗൗരി എന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ ഗംഗയുടെ ശബ്ദമാണല്ലോ എന്നോർത്ത് ആള് വേഗം സർപ്രൈസ്ഡായി പോയി കേട്ടോ. അപ്പോൾ കൂടെ നമ്മുടെ ശംഖുവും കൂടെ എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയോ? ഞെട്ടിപ്പോയി സത്യത്തിൽ ഗൗരി. സീരിയസ് ആയൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ ശംഖു ഇതിങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഗംഗയും കൂടെ അറിഞ്ഞിട്ടല്ലേ? ആഹാ, ഞാൻ അറിയാണ്ട് എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ നീയും ഗംഗയും കൂടി ചേർന്നിട്ടൊരു പണി തന്നില്ലേ, അത് മറന്നുപോയോ ഗൗരി എന്ന് ചോദിച്ചു. പിന്നെ അതിൻ്റെ മറുപണിയൊന്നും അല്ല കേട്ടോ ഇത്. ഞാൻ ഗൗരിയുടെ അടുത്ത് ചെയ്തതെന്ന് ഒന്നും വിചാരിക്കല്ല കേട്ടോ. അതുകൊണ്ടൊന്നും അല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നെ രക്ഷിക്കാനോ? ശങ്കർ എന്താ പറയുന്നത്? ശംഖു വേഗമായിട്ട് പറയാതെ ഗൗരിക്ക് ക്ലിയറായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ എടാ, ഇലക്ഷന് സഹതാപ തരംഗവും പിന്നെ അതുവഴി വോട്ടും കിട്ടാൻ വേണ്ടി നമ്മുടെ അച്ഛൻ മഹാദേവൻ ഒരു പരിപാടി അങ്ങ് പ്ലാൻ ചെയ്തു. നിൻ്റെ പിറന്നാൾ ഫംഗ്ഷൻ്റെ അന്ന് നമ്മുടെ വീട് ആക്രമിക്കാൻ വേണ്ടി ഒരു ടീമിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. അങ്ങനെ ചെയ്താൽ അങ്ങനെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാൻ പോകുന്നത് നിനക്കും കമലയിടത്തേക്കും ആയിരിക്കും എന്നെനിക്ക് തോന്നി. പിന്നെ അച്ഛൻ ഏർപ്പാടാക്കിയ ടീംസ് അവർ കമലയിടത്തേക്കാൾ കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിന്നെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാട്ടോ ഗൗരി ഞാൻ ഇങ്ങനൊരു വളഞ്ഞ കാര്യം ചെയ്തത്. അതുകൊണ്ട് ഇത് നമ്മുടെ അച്ഛനുള്ള ഒരു പണിയാട്ടോ ഇത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നാലും ഗൗരിയുടെ മുഖം തെളിഞ്ഞില്ല. അപ്പോൾ യോഗിനി അമ്മയും നേരെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ യോഗിനി അമ്മ ആൾ ഭയങ്കര ചൂടത്തിയാണ്, ഭയങ്കര വില്ലത്തിയാണെന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ഗൗരി, ശങ്കർ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. നിനക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്. യോഗിനിയമ്മേ, എനിക്ക് എത്രയും വേഗം ഇവിടുന്ന് തിരിച്ചു പോകണം. ഗൗരി, നീ തൽക്കാലം കുറച്ച് ദിവസം ഇവിടെ തന്നെ തുടർന്നേ പറ്റൂ. ഇല്ല, ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എന്നെ കാണാതെ ഞാൻ എവിടെയാണെന്ന് അറിയാതെ എല്ലാവരും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ. ഗൗരി, നിനക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ അളിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ തുടരേണ്ടത് അത്യാവശ്യമാണ്. ആദർശേട്ടന് എന്താ പറ്റിയത് ശങ്കർ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഇവർ മിണ്ടാതെ നിൽക്കുകയാണ്. ചോദിച്ച് കേട്ടില്ലേ നിങ്ങളോട്, ആദർശേട്ടന് എന്താ സംഭവിച്ചത്? അപ്പോൾ പിന്നെ കാണുന്നത് നമ്മുടെ രാധാമണിനെയാണ്. രാധാമണി ടെറസിൽ പോയി തുണി എടുത്തുകൊണ്ട് വരികയാണ്. 100 വേലക്കാരുള്ള വീടായത്. ആവശ്യത്തിന് ഒരെണ്ണത്തിന് ഉപകരിക്കില്ല, ഒന്നിനെ കാണത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ താഴെ നമ്മുടെ കമല നിൽപ്പുണ്ട് കേട്ടോ. ടെറസിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആളെ പുറത്തേക്ക് നോക്കിയാണ് നിൽപ്പ്. ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതാവോ? അല്ല, ഇനി ചാടാൻ വല്ലതും ആയിരിക്കുമോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആർക്കറിയാം. ചാടുവാണെങ്കിൽ ചാടട്ടെ. ആ ശല്യം അങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുന്നു.
അപ്പോൾ ഒന്ന് നോക്കിയിട്ട് കമല നേരെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും ആകെ പേടി. ആ കമല മോളെ വേണമെങ്കിൽ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിന്നോ, അമ്മേ തുണി എടുക്കാൻ വന്നതാ, അമ്മ താഴേക്ക് പോവാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം രാധാമണി പോവാൻ നോക്കുകയാണ്. അതെ അതില്ലേ അതേത് പൂവാമ്മേ എന്ന് ചോദിച്ചു താഴെ ഇങ്ങനെ കാണിച്ചിട്ട്. ആ പൂ ഏതാണെന്ന് പറയമ്മേ. ഏത് പൂവാ കമലേ? ദേ അമ്മ അങ്ങ് നോക്കിയേ. ആ എന്നാലല്ലേ പൂ കാണാൻ പറ്റുള്ളൂ. അല്ല കമല മോളെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അയ്യോ അമ്മയ്ക്ക് ജോലിയൊക്കെ കാണും, പക്ഷേ ആ പൂ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ പോയിക്കോ, അതാ നല്ലത്. ഏത് പൂവിൻ്റെ കാര്യമാണ് പറയണത്? അമ്മ അതേ അങ്ങോട്ടേക്കൊന്ന് നോക്കിയമ്മേ എന്ന് പറഞ്ഞു. കണ്ടോ കാണുന്നുണ്ടോ അമ്മ? അവിടെ ഞാൻ ഒരു പൂവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതല്ല, ഇവിടുന്ന് താഴത്തേക്ക് വീണ ആള് തവിട് പൊടിയായി പോവുമേ എന്ന് ചോദിച്ചു. ഷോ ഇവളെന്താണാവോ പ്ലാൻ ചെയ്തിരിക്കുന്നതാവോ? പിന്നെ അല്ലമ്മേ, ഞാൻ ഈ കാര്യം ചോദിക്കട്ടെ അമ്മേ. എന്താ കമല മോളെ, ഇവിടുന്ന് ചാടിയാലോ എന്നൊരു തോന്നൽ. എന്താ അമ്മേ? ചാടട്ടെ? കമല മോള് ചാടിക്കൂന്നേ, ഒരു കുഴപ്പമില്ല, അതൊക്കെ ഒരു രസമല്ലേ, മോള് ധൈര്യമായിട്ട് ചാടിക്കോ. എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചാടിയാലോ? അപ്പം വിട്ടു. എന്തിന് എന്ന് ചോദിച്ചോ. അയ്യോ വേണ്ട, നീ കമലമോളെ നമ്മൾ ചത്തുപോകും ചിലപ്പോൾ. അപ്പം ചാടണ്ട അല്ലേ മേ? വേണ്ട ചാടണ്ട. ശരിയാ, എന്നാൽ പിന്നെ അമ്മ പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാതിരുന്നാൽ മോശമല്ലേ, അതുകൊണ്ട് ഞാൻ ചാടുന്നില്ല കേട്ടോ. അമ്മ അങ്ങ് പൊയ്ക്കോട്ടെ മോളെ. അമ്മ അവിടെ നിന്ന് നിന്നേ എന്ന് പറഞ്ഞു. എന്താ ഗൗരി എവിടെ എന്ന് ചോദിച്ച് കേട്ടില്ലേ? ഗൗരി എവിടെയെന്ന് അമ്മയ്ക്കറിയാം. അയ്യോ നീ എന്താ പറയുന്നത്? മര്യാദയ്ക്ക് ഉള്ള സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ അമ്മേനെ ഇവിടുന്ന് ഞാൻ തള്ളി താഴോട്ടിടും, മനസ്സിലായോ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു. താഴെ വീണ് അമ്മ ഛിന്നഭിന്നമാകുന്നോ അതോ സത്യം പറയുന്നോ? എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പറയാമേ സത്യം എന്ന് പറഞ്ഞു. അയ്യോ കമലമോളെ സത്യമായിട്ട്, എൻ്റെ പൊന്നോ എനിക്കൊന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പം രാധാമണി പേടിച്ച് നിൽക്കുകയാണ്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാളെ എന്നാ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ തീർത്ത് കെട്ടും ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം പിടിച്ച് തള്ളാൻ തുടങ്ങുകയാണ് കമല. അയ്യോ എൻ്റെ പൊന്ന് കമലെ, ഞാൻ പറയുന്നോ നീ ഒന്ന് കേൾക്ക്. ആ നാശം പിടിച്ചവളെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്നോ അവൾ എവിടെയാണെന്നോ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമിയാണ് സത്യം, എനിക്കറിയില്ല. സത്യ കമലമോളെ ഞാനീ പറയണത്, നീ വിശ്വസിക്കുക കമലമോളെ, അമ്മയൊന്ന് വിശ്വസിക്കണം. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല, സത്യം ഞാൻ പറയണത്. ഒന്നും വേണ്ടിയില്ല. കമല നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. ഇതെന്താ ഇവള് പോവുകയാണോ? എൻ്റെ ഈശ്വര രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പം നമ്മുടെ ആദർശിൻ്റെ കാര്യങ്ങളെല്ലാം ഗൗരിയോട് ശങ്കർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ സങ്കടത്തിലായി ഭയങ്കര. നമ്മുടെ അളിയൻസ് ചുള്ളൻ ആൾ നിരപരാധിയാണ്, പക്ഷെ തെളിവുകൾ എല്ലാം പുള്ളിക്കാരനെതിരാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അതെ ശങ്കർ, എനിക്കെൻ്റെ ആദർശനെ ഇപ്പം കാണണം, കണ്ടേ പറ്റൂ. ഗൗരി, ആ അളിയൻസിനെ കാണാം, പക്ഷെ കുറച്ച് ദിവസം കൂടി നീ ക്ഷമിക്കണം. ഇല്ല ഞാൻ ക്ഷമിക്കില്ല, ഒരു നിമിഷം പോലും ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കെൻ്റെ ആദർശനെ കാണണം. എൻ്റെ പൊന്ന് ഗൗരി, നീ വാശി പിടിക്കരുത് കേട്ടോ. ഇത് വാശിയല്ല, ചെയ്യാത്ത തെറ്റിനാ എൻ്റെ ഏട്ടൻ ജയിലിൽ കിടക്കണത്. ആ ഏട്ടൻ്റെ പെങ്ങളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ആദർശേട്ടൻ ഈ അവസ്ഥയിൽ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ ശങ്കർ? എൻ്റെ ഗൗരി, നിന്നെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞെന്ന് മനസ്സിലാക്കുക. ഒന്നും പറയണ്ട, ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. എനിക്ക് ആദർശേട്ടനെ കണ്ടേ പറ്റൂ. അപ്പോൾ യോഗിനി അമ്മ, ദേ ഗൗരി, ശങ്കർ നിന്നെ തടയുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. നീ ഇവിടുന്ന് പോകുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞു. യോഗിനിയമ്മേ, എൻ്റെ കുടുംബം ഇത്രയും വലിയൊരു ട്രാജഡി ഫേസ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒളിച്ചു കഴിയാൻ പാടില്ല. ഗൗരി, ഒന്നും മുന്നിൽ കാണാതെ ശങ്കർ നിന്നെ ഇവിടെ പാർപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? യോഗിനിയമ്മേ, എൻ്റെ മാനസികാവസ്ഥയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. നീ ഇപ്പോൾ ആദർശിനെ കാണാൻ പോകുന്നത് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. പിന്നീട് നിനക്കത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അത് വേണോ? അത് നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. ചേച്ചി, യോഗിനിയമ്മ വെറും വാക്ക് പറയില്ല എന്ന അനുഭവങ്ങൾ കൊണ്ട് ചേച്ചിക്ക് അറിയാലോ. എന്നെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഞാൻ എത്ര നാൾ ഇവിടെ ഇങ്ങനെ തുടരേണ്ടി വരും എന്ന് ചോദിച്ചു. ഗൗരി,
നീ ഈ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കാം, പക്ഷേ ഇക്കാര്യത്തിൽ നീ വാശി പിടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലൊക്കെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ നടത്തിയെടുക്കാൻ സമയം വേണം. അതുവരെ നീ ഇവിടെ തന്നെ തുടർന്നേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഗൗരി, ഇവിടെ നിനക്ക് ഒരു കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഉടനെ ഗംഗ, നന്ദിനി അമ്മ നിന്നെ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ ഈ യോഗിനി അമ്മയും നിന്നെ നോക്കും. ഒരു ടെൻഷനും നിനക്ക് വേണ്ട കേട്ടോ. നിനക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല മോളെ. പിന്നെ ഇനി ശങ്കർ എൻ്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ മകളെ പോലെയും, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ശങ്കുവിനെ കളരി പിടിപ്പിച്ചത് ഈ അമ്മയാണോ എന്നിങ്ങനെ എങ്ങനെ ചോദിക്കുവാണ്. കളരി എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കളരി എന്താണെന്ന് അറിഞ്ഞത് എന്നെ പഠിപ്പിച്ചതും ഈ യോഗിനിയമ്മ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു. ആഹാ, അപ്പം ശങ്കർ, ആദർശേട്ടൻ്റെ കാര്യത്തിൽ തന്നെ എൻ്റെ വീട്ടുകാർ അങ്ങേയറ്റത്തിൽ വിഷമത്തിലാണ്. അപ്പോൾ എന്നെ കാണാനില്ല എന്നുകൂടി അറിയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും ശങ്കർ? അപ്പോൾ യോഗിനിയമ്മ, അതെ, നിന്നെ ഓർത്ത് വീട്ടുകാർ സങ്കടപ്പെടാതിരുന്നാൽ പോരെ, അതിനുള്ള വഴിയുണ്ടാക്കാം. എന്താ ശങ്കർ? മനസ്സിലായി യോഗിനിയമ്മേ, ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ടല്ലോ. പോലീസിൻ്റെ മിസ്സിങ് അന്വേഷിക്കില്ലേ? ശങ്കർ ഇതിൻ്റെ പിന്നിലെന്ന് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായാലോ? അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മനസ്സിലാവും. പക്ഷേ ഞാനാണ് പിന്നിലെന്നും മനസ്സിലാവും. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ. ശങ്കർ എന്തായി പറയണത്? എനിക്ക് മനസ്സിലാവണില്ല. അച്ഛൻ എന്തിനാ പോലീസിൻ്റെ അന്വേഷണം തടയണം? ഗൗരി, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തമ്പിക്ക് കൊട്ടേഷൻ കൊടുത്തത് തന്നെ ദേവമാമയാ എന്ന് പറഞ്ഞു. തമ്പിയും അയാളുടെ ആൾക്കാരും ചേർന്ന നിന്നെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതെന്നാ ദേവമാമ കരുതിയിരിച്ചിരിക്കുന്നത്. നമ്മുടെ അച്ഛനെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് നമുക്ക് സത്യത്തിലൊരു ഗുണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തമ്പിയെ പോലീസ് പിടിച്ചാൽ കുടുങ്ങും എന്ന പേടിയുണ്ട്. അച്ഛൻ എങ്ങനെയെങ്കിലും അന്വേഷണം മുടക്കും. അതിനു വേണ്ടിയിട്ട് അച്ഛൻ എന്ത് നാറിയ കളിയും കളിക്കും. അതുകൊണ്ട് തൽക്കാലം പോലീസ് നമ്മളെ പിടിക്കും എന്നുള്ള ഭയമൊന്നും നമുക്ക് വേണ്ട കേട്ടോ. എന്നാലും ഗൗരി, നിന്നെ ഉപദ്രവിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന ചിന്തിച്ച അച്ഛൻ്റെ ആ ദുഷ്ട മനസ്സില്ലേ, ആ മനസ്സിനൊരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയല്ലേ ഗൗരി? നീ പറയ എന്ന് പറഞ്ഞു. പിന്നെ ഈ പണി നമ്മുടെ അച്ഛന് മാത്രമല്ല കേട്ടോ, നിന്നെ കുറേ ബുദ്ധിമുട്ടിച്ച ആ പുന്നാര മോനില്ലേ, അവനുള്ള പണി കൂടിയാട്ടോ. 8ൻ്റെ പണി കൊടുക്കും ഞാൻ അവൻ എന്ന് പറഞ്ഞാൽ ശങ്കർ ഭായി നല്ല മീശയൊക്കെ പിരിച്ചെങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഇനി ശംഖുവിൻ്റെ വിളയാട്ടം. ശംഖു തീരുമാനിക്കും, അതിനനുസരിച്ച് ഇനി കാര്യങ്ങൾ പോവും. മഹാദേവൻ ഉൾപ്പെടെ എല്ലാവരും നിന്ന് വിറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ പുതുപുത്തൻ എപ്പിസോഡൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതുപുത്തൻ വിശേഷമായിട്ട് കാണാം. ബൈ ആൻഡ് സീ യു അഗെയിൻ.